ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്ത് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്ലൈ ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഈ വരുന്ന ഫെബ്രുവരി 22-നാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാമിനെ പറ്റി ഇതിനു മുന്നേ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇതിനു മുന്നേ കാണാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് 18ഓളം അപ്ഡേറ്റ് വീഡിയോസ് നമ്മുടെ സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ജനുവരി മാസത്തിലെ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് ഡിയുടെ വരുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാമിനെ പരിചയപ്പെടുകയാണ് ചെയ്തത്. നോ യുവർ എക്സാം എന്ന് പറയുന്ന വീഡിയോയിലൂടെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം 2019 ഇതിനു മുന്നേ നോട്ടിഫിക്കേഷൻ ആയിട്ട് കണ്ടക്ട് ചെയ്തപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട നാൾ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. പിന്നീട് ഗ്രൂപ്പ് ഡി എക്സാമിനെ നമ്മൾ താരതമ്യം ചെയ്തു. NTPC എക്സാമുമായിട്ടാണ് ഏറ്റവും ആദ്യം നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാമിനെ താരതമ്യം ചെയ്തത്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി RRB കണ്ടക്ട് ചെയ്യുന്ന ഗ്രാജുവേറ്റ് ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന്റെ സിലബസും അതിൽ ചോദിക്കുന്ന അതിന്റെ പാറ്റേണും എല്ലാം ഗ്രൂപ്പ് ഡി എക്സാമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, താരതമ്യം ചെയ്തു. അതിനുശേഷം 10ാം ക്ലാസ് യോഗ്യതയുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന GD എക്സാം ആയിട്ടും MTS പരീക്ഷയായിട്ടും അതുപോലെ തന്നെ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന LDC പരീക്ഷയായിട്ടും നമ്മൾ ഗ്രൂപ്പ് ഡി പരീക്ഷയെ താരതമ്യം ചെയ്തു. അതിന്റെ സാലറികൾ, പ്രൊമോഷൻ സാധ്യതകൾ, പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ലെവൽ, സിലബസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പ് ഡി എക്സാമിനെ താരതമ്യം ചെയ്തു. തുടർന്ന് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. അപ്പോൾ 2024 പുറത്തുവിട്ട ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോയിൽ ചെയ്തു അല്ലേ. പിന്നീട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ഡി എക്സാമിൽ 2024 പറഞ്ഞിട്ടുള്ള 14 പോസ്റ്റുകളുടെയും അനാലിസിസ് നമ്മൾ ചെയ്തു. ഓരോ പോസ്റ്റും എങ്ങനെയാണ്, അതിന്റെ സാലറി എങ്ങനെയാണ്, അതിന്റെ ജോബ് നേച്ചർ എങ്ങനെയാണ്, അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എങ്ങനെയാണ്, അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നോക്കിക്കണ്ടു. അതിനുശേഷം ഏതൊക്കെ സോണിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ, ഏത് സോണിലാണ് വാക്കൻസി കൂടുതലുള്ളത്, ഏതൊക്കെ സോണിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ വീടിനടുത്ത് നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സോണിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സോൺ അനാലിസിസിന്റെ ഒരു വീഡിയോ ചെയ്തു അല്ലേ. അതിനുശേഷം ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനകത്ത് പൊതുവിൽ RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാംസിന്റെയും നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു. പിന്നീട് നമ്മൾ എന്താണ് ചെയ്തത്, മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ്, ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും കയ്യിൽ വെക്കേണ്ട മാൻഡേറ്ററി ഡോക്യുമെന്റ്സിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു. ഇതിനുശേഷം ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് കുട്ടികളെ കാണിച്ചു തരുന്നതിന് വേണ്ടി ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തു. ഇതിനുശേഷം ഓരോ സോണിലും ഇതിനു മുന്നേ 2019 എക്സാം കണ്ടക്ട് ചെയ്ത സമയത്ത് സേഫ് സ്കോർ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടി സേഫ് സ്കോർ എത്രയായിരിക്കണം അല്ലെങ്കിൽ എത്രയാണ് എന്നുള്ളതിനെ വെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പിന്നീട് എക്സാമിന് അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുട്ടികളിൽ പലർക്കും ഉണ്ടായിരുന്ന ഡൗട്ടാണ് എക്സാമിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു എന്നുള്ളത്. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തു. അതുപോലെ തന്നെ എക്സാം മലയാളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, മലയാളത്തിൽ അപ്ലൈ ചെയ്താൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ, അതിനുവേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തു. അതുപോലെ തന്നെ ഓരോ പോസ്റ്റിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്, 10ാം ക്ലാസ് യോഗ്യതയുള്ള ഈ പരീക്ഷയിലൂടെ സ്റ്റേഷൻ മാസ്റ്റർ വരെയുള്ള പോസ്റ്റുകളിലേക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുന്നത്, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതിന് വേണ്ടി പ്രൊമോഷൻ സാധ്യതകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു. അപ്ലൈ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം പഠിച്ചു തുടങ്ങണം. അതായിരുന്നു നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ പഠിച്ചു തുടങ്ങണം, അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിന് വേണ്ടി ഓരോ വിഷയങ്ങളെയും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നോ യുവർ സബ്ജക്ട് സീരീസ് ചെയ്തു അല്ലെ. ആദ്യം ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ പരിചയപ്പെടുത്തി, രണ്ടാമത് സയൻസ് എന്ന് പറയുന്ന വിഷയത്തെ പരിചയപ്പെടുത്തി, മാത്സ്, റീസണിങ് തുടങ്ങിയ വിഷയങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തി. അതിനുശേഷം ആകെത്തുകയായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാമിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനിന്റെ വീഡിയോയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഇതിന് പുറമെ നമ്മുടെ ക്ലാസ് വീഡിയോസ്, 2 ആഴ്ചത്തെ ക്ലാസ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വീഡിയോസ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ
എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ സംശയങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത് ഓരോ വീഡിയോസും എല്ലാ സംശയങ്ങളെയും മാക്സിമം ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന വിധത്തിലാണ് നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ വീഡിയോസിലൂടെ എല്ലാം നിങ്ങൾ കണ്ണോടിച്ച് പോയി എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഗ്രൂപ്പ് ഡി എക്സാം എന്നുള്ള ഒരു എക്സാമിൽ നിങ്ങൾ നിർത്തേണ്ട കാര്യമില്ല. 2025 റെയിൽവേയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ 2025 റെയിൽവേയിലെ തൊഴിൽ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ 2025 എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. റെയിൽവേയിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ വർഷം 2025 റെയിൽവേയിലെ തൊഴിലവസരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി സ്കോർ റെയിൽവേ മലയാളത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് ഗ്രൂപ്പ് ഡി എക്സാമോ NTPC എക്സാമോ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സക്സസ് ബാച്ചിലോ സക്സസ് ബാച്ച് 2.0 ബണ്ടിൽ കോഴ്സിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.